ഭാഗ്യലക്ഷ്മിയെ പൂട്ടാൻ തന്നെയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പൊതുസമൂഹത്തിൽ കോടതിക്കെതിരെ ഒരു തെറ്റിദ്ധാരണ പരത്താൻ ഭാഗ്യലക്ഷ്മി ഓടി നടന്ന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതായത് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിധി വന്നതിന് ശേഷം 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിക്കുകയും പിന്നീടുള്ള 4 പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. അതിൽ 8ാം പ്രതിയാണ് ദിലീപ്. ഈ 1ാം പ്രതി പൾസർ സുനിക്കടക്കം ശിക്ഷ അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധിയെ എല്ലാവരും അംഗീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പീലിന് ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് പോകാം, സുപ്രീം കോടതിയിലേക്ക് പോകാം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാഗ്യലക്ഷ്മി കോടതിക്കെതിരെ, അതായത് കോടതിയുടെ വിധിന്യായം ശരിയല്ല, കോടതി മറ്റാർക്കോ വേണ്ടി പ്രവർത്തിച്ചു, കോടതി മറ്റാർക്കോ വേണ്ടിയാണ് വാദിക്കുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ പൊതുസമൂഹത്തിനിടയിൽ ഒരു കോടതിക്ക് നേരെ ഒരു കലാപാഹ്വാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് പലരും അതെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. ഇന്ന് ജുവൽ മേരി അടക്കം, ഒരുപക്ഷെ ജുവൽ മേരി എന്ന് പറയുന്നത് പിന്നെ ആങ്കറാണ്, 1-2 സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുമുണ്ട്. ആ ജുവൽ മേരി അടക്കം പറയുന്നത് ഒരു ചൂരലെടുത്ത് അടി കൊടുത്താൽ പോരെയായിരുന്നു, ഇതിലും ഭേദം അതല്ലേ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായി കോടതിയുടെ വിധിന്യായം തെറ്റാണെന്ന് പറയാതെ പറയുകയാണ് ഇവർ ഓരോരുത്തരും. ഈ സമൂഹം പല വിധത്തിലാണ് ചിന്തിക്കുന്നത്. ഈ അത്യാവശ്യം ഈ സമൂഹവുമായി വളരെ ബന്ധമില്ലാത്ത സാധാരണ താഴെത്തട്ടിലുള്ള ജനങ്ങളുണ്ട്. അവരൊക്കെ പലരും പറയുന്നത് ജഡ്ജി പണം വാങ്ങിയിട്ടായിരിക്കും ഒരുപക്ഷെ ദിലീപിനെ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ ജഡ്ജിക്ക് ദിലീപിനോട് ആരാധനയായിരിക്കും, അങ്ങനെയായിരിക്കും ദിലീപിനെ വെറുതെ വിട്ടത്. നമ്മുടെ കോടതിയൊക്കെ പണം കൊടുത്താൽ വിലയ്ക്ക് വാങ്ങാൻ കഴിയും, നമ്മുടെ ജഡ്ജിമാരെ പണം കൊടുത്താൽ വിലയ്ക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെ ഒരു ബോധം സാധാരണക്കാരന്റെ മൈൻഡിലേക്ക് കുത്തിവെക്കാൻ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥ, ബഹുമാനപ്പെട്ട കോടതികൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. ഇത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ദിലീപാണ് ഇതിന്റെ പിന്നിൽ, കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ്, അത് സെഷൻസ് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ദിലീപാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. ഹൈക്കോടതി ഇതെല്ലാം കാണാം. 1711 പേജുള്ള വിധിന്യായമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിധിന്യായത്തിൽ എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് പോലീസ് കെട്ടിച്ചമച്ച ഒരു കഥയാണ്. TP സെൻകുമാർ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇത് കെട്ടിച്ചമച്ചതാണ്, ദിലീപിനെ പെടുത്തിയതാണ്. IG സന്ധ്യയും ബൈജു പൗലോസ് അടക്കമുള്ള ചിലർക്ക് ഇതിന്റെ പിന്നിൽ, ഇവർ 2 പേരും മാത്രമായിരുന്നു ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. ദിനേന്ദ്ര കശ്യപിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതി, അദ്ദേഹത്തിന് TP സെൻകുമാർ കത്തയച്ചു. ഇതൊക്കെ വിധിന്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല പല പല പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ഈ നടി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ശ്രീലക്ഷ്മി എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവന്നില്ല, ആരാണ് മാഡം, ഇതിനെക്കുറിച്ച് എന്താണ് പ്രോസിക്യൂഷൻ കൃത്യമായി അന്വേഷിക്കാത്തത്? പൾസർ സുനി കാറിൽ കയറിയപ്പോൾ ആദ്യം പറഞ്ഞത് മാഡത്തിന്റെ പേരാണ്, പിന്നീടാണ് അത് ദിലീപ് എന്ന് മാറ്റി പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മാഡത്തെ കുറിച്ച് അന്വേഷിക്കാത്തത്? ഇതിലെ മാഡം ആരാണ്, മാഡത്തിന് എന്താണ് ഈ കേസിലെ ഇൻവോൾവ്മെന്റ്, മാഡമാണോ ഈ കൊട്ടേഷൻ നൽകിയത്? ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ ദിലീപിലേക്ക് മാത്രം ഫോക്കസ് ഉയർത്തുന്ന ഭാഗ്യലക്ഷ്മിയെ പോലെ, പാർവതി തിരുവോത്തിനെ പോലെ, അല്ലെങ്കിൽ മറ്റ് പല ആളുകളെയും പോലെ ദിലീപിനോടും അല്ലെങ്കിൽ കോടതി വ്യവസ്ഥകളോടും മുഖം തിരിക്കുന്ന ദിലീപിനോട് നിങ്ങൾ മുഖം തിരിച്ചോളൂ, അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, അതിലാരും ചോദ്യം ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾ ദിലീപാണ് തെറ്റുകാരനെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഓക്കെ, അത് അങ്ങനെ തന്നെ പൊക്കോട്ടെ. കാരണം കോടതി പറഞ്ഞാൽ വേടന്റെ കാര്യത്തിൽ കോടതിയാണ് ശരിയെന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മിക്ക് പിന്നെ ദിലീപിന്റെ കാര്യത്തിൽ കോടതി തെറ്റാണ് എന്ന് പറയുന്നതിലെ ഒരു ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നടി ആക്രമിച്ച കേസ് അത് ഇപ്പോഴും ചർച്ചകളിൽ നിറയുകയാണ്. കാരണം 18-ാം തീയതി ദിലീപിന്റെ ബബ്ബ എന്ന് പറയുന്ന സിനിമ റിലീസ് ആവുകയാണ്. ആ സമയം വരെ ആ സിനിമയെ ഇല്ലാതാക്കുക. സിനിമയിൽ ദിലീപ് മാത്രമല്ല അഭിനയിച്ചിരിക്കുന്നത്, ഒരുപാട് പേരുടെ അന്നമാണ് സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്, ഒരുപാട് പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട്, സഹനടിമാരുണ്ട്, സഹനടന്മാരുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ ഈ സിനിമാ മേഖലയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന ആള് പോലും ആ സിനിമ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്.
അത്രമാത്രം ദിലീപിനെ മാത്രം മുൻനിർത്തി ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അവർക്ക് തിരിച്ചു കിട്ടണം പണം, അങ്ങനെ ഒരുപാട് പേരുണ്ട് അതില്. അപ്പോ അവരുടെയൊക്കെ അന്നമാണ് ആ സിനിമ എന്ന് പറയുന്നത്. അതിനെ തകർക്കാനായിട്ട് ഈ സിനിമയെ കുറിച്ച് മിണ്ടരുത്, സിനിമയെ കുറിച്ച് പറയരുത്, പൂർണ്ണമായി ഇതിനെ അവഗണിക്കുക എന്നൊക്കെ സമൂഹത്തിൽ ഒരു പൊതുസമൂഹത്തിൽ ഒരു ഇൻജക്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്ക്, അതായത് 8 വർഷം ദിലീപിനെ തകർത്തത് പോരാഞ്ഞിട്ട് ഇനിയും ദിലീപിനെ കൂടുതൽ തകർക്കുക, അല്ലെങ്കിൽ ഇനിയും ദിലീപിന്റെ കരിയർ നശിപ്പിക്കുക, കുടുംബജീവിതം തകർക്കുക, ഇതൊക്കെ കണ്ടുകൊണ്ട് എന്താ പറയുക, ഇതൊക്കെയാണ് ചില ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ദിലീപ് ഒരു സമയത്ത് മലയാള സിനിമയെ അടക്കി വാഴുന്നിരുന്ന ഒരു നടനാണ് ദിലീപ് എന്ന് പറയുന്നത്. എല്ലാ മേഖലയിലും ദിലീപിന്റെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. അത് പലർക്കും ഇഷ്ടപ്പെടാത്ത പലരുമുണ്ട്. ഒരു മിമിക്രി താരമായി വന്ന് ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു വന്ന ഒരാൾ പെട്ടെന്ന് ഒരു നായകനാകുന്നു, പിന്നീട് അയാൾ സിനിമാ ലോകം മുഴുവൻ കീഴടക്കുന്നു, അയാളുടെ കയ്യിലാകുന്നു സിനിമാ ലോകം മുഴുവൻ, അയാൾക്ക് ബിസിനസ്സുകൾ ഉണ്ടാകുന്നു, ഭൂമി ഇടപാടുകൾ ഉണ്ടാകുന്നു, ഒരുപാട് ഭൂമികൾ അയാൾ വാങ്ങിക്കൂട്ടുന്നു, അയാൾക്ക് സിനിമ പിന്നെ എന്താ പറയുക തിയേറ്ററുകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെ കണ്ണുകടിയുള്ള പലരുമുണ്ട്. അപ്പൊ ഇവരൊക്കെ അന്ന് മുതലേ ദിലീപിന്റെ വീഴ്ച കാണാനിരിക്കുന്നവരാണ്. മറ്റു ചിലർ ദിലീപിന്റെ വീഴ്ച തുടങ്ങിയിട്ട് വേണം തങ്ങൾക്കുയരാൻ എന്ന് ചിന്തിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് മലയാള സിനിമയെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും രാജ്യവിരുദ്ധ ശക്തികളുമായൊന്നും ദിലീപ് ഒരിക്കലും കൂട്ടുകൂടാനോ അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനോ ദിലീപ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ദിലീപ് സിനിമയെ നന്നാക്കണം. ഒരുപക്ഷെ ദിലീപിന് അതിൻ്റെതായ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകാം. എല്ലാ മനുഷ്യനും അവനവൻ വളരണം എന്നല്ലേ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ ദിലീപിനും ഉണ്ടാകാം. പക്ഷേ ദിലീപിന് ഒരു മകൾ ഉള്ളതാണ്. ആ ദിലീപ് ഒരു പെൺകുട്ടിയെ, മകളുടെ പ്രായമുള്ള അല്ലെങ്കിൽ മകളെക്കാൾ 1-2 വയസ്സിന് മൂത്തതായിട്ടുള്ള അല്ലെങ്കിൽ 10 വയസ്സിനോ എങ്ങനെ പ്രായം കൂടുതലുള്ള ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ദിലീപിനെ ഏറ്റവും അടുത്തറിയാവുന്നവർക്ക്, ദിലീപിന്റെ ശത്രുക്കൾക്കും പോലും ഒരു എന്താ പറയുക അത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ അടക്കം പറയുന്നത്. പക്ഷെ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഞങ്ങൾ ഇത് വിശ്വസിക്കില്ല, ഞങ്ങൾക്ക് ഈ വിധിയിൽ വിശ്വാസമില്ല, ഞങ്ങൾക്ക് ഇത് ദിലീപിനെ തൂക്കിക്കൊല്ലണം, ഞങ്ങൾക്ക് ദിലീപിനെ മരണം വരെ ജയിലിലിടണം, ദിലീപിന് സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല, ദിലീപിന്റെ ജീവിതം തകരണം, ദിലീപ് തകർന്ന് തരിപ്പണമാകണം. ഇതാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി അടക്കം പലരും അതിജീവിതയോടൊപ്പമാണ് ഞങ്ങൾ. എന്ത് അതിജീവിതയോടൊപ്പമാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്? അതിജീവിതയ്ക്ക് നീതി കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ചെയ്തതായി ആ വിധിന്യായത്തിൽ ഈ ദിലീപിനെതിരെ വാദിക്കുന്ന ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്ര അതിജീവിതയ്ക്കൊപ്പമാണ് എങ്കിൽ പലരും കൂറുമാറിയതും അറിയാവുന്ന പല കാര്യങ്ങളും നിങ്ങൾ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാത്തത്? അല്ലെങ്കിൽ ഞങ്ങൾക്കിതിൽ തെളിവുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങൾ അറിയാം. ഇപ്പോ ഭാവനയുടെ അഡ്വക്കേറ്റ് മിനി പറയുന്നു, എനിക്ക് കുറെ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, എനിക്ക് കുറെ സത്യങ്ങൾ വിളിച്ചു പറയാനുണ്ട്, ആ സത്യങ്ങൾ എന്താ കോടതിയിൽ വിളിച്ചു പറയാത്തത്? അപ്പോ ഇതൊന്നുമല്ല. ഭാഗ്യലക്ഷ്മി അടക്കം ഒരു കോക്കസ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ബഹുമാനപ്പെട്ട കോടതിയെ എല്ലാവരും ദൈവതുല്യമായി കാണുന്നതാണ്. കോടതിക്ക് തെറ്റ് പറ്റാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ തെറ്റുകൾ തിരുത്തും കോടതി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ചില എല്ലാവരും 100% പെർഫെക്റ്റ് അല്ല. പക്ഷേ കോടതി കൃത്യമായി 8 വർഷം കീറി മുറിച്ച് പരിശോധിച്ച ഒരു കേസിൽ 8ാം പ്രതിയെ വെറുതെ വിട്ടതിൽ ഇത്ര കിടന്ന് ഹാലിളകുന്നവരെ ഉദ്ദേശം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതി നീതിന്യായ വ്യവസ്ഥയെ തിരിച്ചറിയണം. പ്രത്യേകിച്ച് ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി മാഡത്തിനെതിരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നത്. ഇത് അനുവദിച്ചുകൂടാ. ഇത് നാളെ പൊതുസമൂഹത്തിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകും. കോടതി ആർക്കും വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു നീക്കം പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ആപത്താണ് എന്ന് നമ്മുടെ കോടതികൾ തിരിച്ചറിയുക തന്നെ വേണം.